ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭൂഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് ജനിച്ച പുണ്യ സുദിനമാണ്. ഭഗവാൻ ലോക നന്മയ്ക്ക് വേണ്ടി അവതാരം കൊണ്ട പുണ്യ സുദിനം. ഇന്നത്തെ ദിവസം തന്നെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പഠനം ആരംഭിക്കാം എന്ന് കരുതുകയാണ്. ഏറെ നാളുകളായി പല തടസ്സങ്ങളും വന്ന് ഇത് മുടങ്ങി പോവുകയായിരുന്നു. എന്തായാലും ഇന്ന് തന്നെ ഇത് തുടങ്ങാനായിട്ടുള്ള അനുഗ്രഹം ഭഗവാൻ തന്നിരിക്കുകയാണ്. വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തുള്ള എല്ലാ വിഷ്ണു ഭക്തന്മാരുടെയും ഏറെ പ്രിയപ്പെട്ട ഒരു സ്തുതി ഗീതമാണ് വിഷ്ണു സഹസ്രനാമം. നമുക്കറിയാം, മഹാഭാരതത്തിലെ അനുശാസനിക പർവ്വത്തിലാണ് വിഷ്ണു സഹസ്രനാമം വരുന്നത്. മഹാഭാരത യുദ്ധത്തിന് ശേഷം മുറിവേറ്റ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ സന്ദർശിച്ച യുധിഷ്ഠിരനോട് ഭീഷ്മ പിതാമഹൻ ധാരാളം ഉപദേശം നൽകുന്നതായിട്ട് കാണാം. ഈ ഉപദേശങ്ങളിൽ ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. ഒരുപാട് മഹാത്മ്യം ഉള്ള ഒരു സ്തോത്രകൃതിയാണ് വിഷ്ണു സഹസ്രനാമം. സാധാരണ എല്ലാ ദേവതകൾക്കും സഹസ്രനാമ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ 6 സഹസ്രനാമങ്ങൾ വിശേഷമായിട്ടുണ്ട്. അതുകൂടാതെയും ധാരാളം സഹസ്രനാമങ്ങളുണ്ട്. ശിവന് അതുപോലെ തന്നെ ലളിതാദേവിക്ക്, ഗായത്രി ദേവി, ഹനുമാൻ മുതലായിട്ടുള്ള അനവധി ദേവതകളുടെ സഹസ്രനാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു കൃതിയാണ് വിഷ്ണു സഹസ്രനാമം. ഏതായാലും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പഠനം നാം ആരംഭിക്കുകയാണ്. ഈ സഹസ്രനാമ ഭാഷ്യം പൂർത്തിയാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ആദ്യത്തെ ശ്ലോകം: ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്ന ഉപശാന്തയെ. ആദ്യം തന്നെ മംഗളാചരണമാണ്. ഭാരതീയമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് തന്നെ ഒരു മംഗളാചരണത്തോട് കൂടിയിട്ടാണ്. താൻ ചെയ്യാൻ പോകുന്ന ആ കാര്യം യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ ഏറ്റവും മംഗളകരമായിട്ടുള്ള രീതിയിൽ പരിപൂർണമായിട്ട് തീരാനുള്ള ഒരു പ്രാർത്ഥനയാണ് മംഗള ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഏതൊരു പൂജ ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഗണപതി പൂജയാണ്. ആ വിഘ്നേശ്വരൻ പ്രസാദിച്ചാൽ എല്ലാ കാര്യങ്ങളും മംഗളമായി തീരും, പരിപൂർണമായിട്ട് തീരും എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ മംഗള ആചരണം, മംഗളപൂജ അല്ലെങ്കിൽ വിഘ്നേശ്വര പൂജയൊക്കെ
ഉടലെടുത്തത്. ഇവിടെ നമുക്ക് കാണാം, വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് തന്നെ വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ടാണ്. ഇവിടെ വിഘ്നേശ്വരൻ എന്ന് പറയുന്നില്ല എങ്കിൽ കൂടിയും എല്ലാ വിഘ്നങ്ങളുടെയും ഉപശാന്തിക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് വിഘ്നേശ്വരനെ ആണ് ഇവിടെ സങ്കല്പിക്കുന്നതെന്ന് വ്യംഗ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശ്ലോകം ഒന്നുകൂടി നമുക്ക് പറയാം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്ന ഉപശാന്തയെ. ശുക്ലാംബരധരനും, അതായത് വെളുത്ത വസ്ത്രം ധരിച്ചവനും, വിഷ്ണുവും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും, അകത്തും പുറത്തും എല്ലായിടത്തും സർവദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ സ്വരൂപമായിട്ടുള്ള ആ വിഷ്ണുവായിരിക്കുന്ന ഭഗവാനെ, ശശിവർണ്ണനെ, ചന്ദ്രനെ പോലെ ഉള്ള വെളുത്ത നിറത്തോടു കൂടിയിട്ടുള്ളവനും, ചതുർഭുജം 4 കൈകളുള്ളവനും, പ്രസന്നവദനനും, അതായത് സന്തോഷ മുഖഭാവത്തോടു കൂടിയവനും ആയിട്ടുള്ള ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സർവവിഘ്ന ഉപശാന്തയെ, എല്ലാ വിഘ്നങ്ങളും തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അവിടെ വ്യംഗ്യരൂപേണ വിഘ്നേശ്വരനെ ആണ് എന്ന് പല മഹാപണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതല്ല, ഭഗവാൻ വിഷ്ണുവിനെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും വിഘ്നേശ്വരനെ സ്തുതിക്കുന്നതായതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ വിഘ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ളത് കൊണ്ട് ഇവിടെ വിഘ്നേശ്വര ഭഗവാനെ തന്നെ നമുക്ക് ധ്യാനിക്കാം. ഈ ശ്ലോകം പലപ്പോഴും മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് നിത്യജീവിതത്തിലും എവിടെയും യാത്ര പോകുമ്പോഴും കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ജോലി തുടങ്ങുമ്പോഴും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ശ്ലോകം കൂടിയാണ്. അപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ഓർക്കാം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വെളുത്ത വസ്ത്രം ധരിച്ചവനും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും, ചന്ദ്രനെ പോലെ വെളുത്ത നിറമുള്ളവനും, 4 കൈകളുള്ളവനുമായിട്ടുള്ള ഭഗവാനെ ഞാൻ ധ്യാനിക്കുകയാണ്. എൻ്റെ എല്ലാ വിഘ്നങ്ങളും അവിടുന്ന് മാറ്റിത്തരണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.